നിങ്ങൾക്ക് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പു ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി ഒരു 6 മാസത്തോളമൊക്കെ എടുത്തു വെച്ച് ഉപയോഗിക്കാം. മുടി വളരാനും മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ ആണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കിത് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് ആഴ്ചയിൽ 1 തവണയോ 2 തവണയൊക്കെ നിങ്ങൾക്കിത് മുടിയിൽ ഉപയോഗിക്കാം. ഈ ഒരു ഷാമ്പൂ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കെമിക്കൽ ഷാമ്പൂ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരില്ല കേട്ടോ. അത് മാത്രമല്ല, ഒരു 6 മാസത്തോളമൊക്കെ നിങ്ങൾക്കിത് എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ്. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ്, പുറമെയൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ചെമ്പരത്തി താളി അല്ലെങ്കിൽ ചെമ്പരത്തി പൂ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും അവിടെ കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും അവൈലബിൾ ആവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പൂ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനും, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഷാമ്പൂ പൗഡർ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ കാണിച്ചു തരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പൂ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് എടുത്തു വെക്കേണ്ടത്, മുടിയിൽ ഒരു പാക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഷാമ്പൂ ആയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പൂ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ചെറുപയർ നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മുടി വളരാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ചെറുപയർ വീട്ടിലില്ല, ചെറുപയറിൻ്റെ പൊടി വാങ്ങിച്ചതാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ചെറുപയറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ എല്ലാം പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷാമ്പൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 6 സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ സ്പൂണല്ല, ഏകദേശം ഒരു തവിയുടെ പരുവത്തിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ എമൗണ്ട് ഷാമ്പൂ പൗഡർ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് തയ്യാറാക്കണമെങ്കിൽ അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു 6 സ്പൂൺ അളവിൽ ചെറുപയർ പൗഡർ ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി ഞാൻ വാങ്ങിച്ചതാണ് ഉപയോഗിക്കുന്നത്. വാങ്ങിച്ചത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കടലപ്പൊടിയും ഞാനിവിടെ 6 സ്പൂൺ അളവിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ നിങ്ങൾ കടലപ്പൊടിയും എടുക്കുക. കടലപ്പൊടിയും നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. കടലപ്പൊടി നിൽക്കുമ്പോൾ നമുക്ക് ഫേസ് വാഷ് ഒക്കെയാണ് ഓർമ്മ വരിക. നമ്മൾ ഫേസിലൊക്കെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഫേസ് ഒക്കെ ക്ലീൻ ആവുന്നത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പൊടിയും ഞാനിവിടെ 6 സ്പൂൺ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉലുവയാണ് കേട്ടോ. ഉലുവ ഞാൻ വീട്ടിലുള്ളത് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഉലുവയുടെ പൗഡർ നിങ്ങളടുത്ത് വാങ്ങിച്ചതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉലുവയൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവയുടെ അളവാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഉലുവ ഞാൻ ഇവിടെ 3 സ്പൂൺ അളവിലാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞാൻ ഈ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു അനുപാതമാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെറുപയർ പൊടി ആയിക്കോട്ടെ, കടലപ്പൊടി ആയിക്കോട്ടെ, നമ്മൾ 6 സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉലുവപ്പൊടി അതിൻ്റെ നേർ പകുതി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഉലുവ മുടിക്ക് അത്യാവശ്യം ഡ്രൈനസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അപ്പോൾ ഉലുവ എപ്പോഴും നമ്മൾ പകുതി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ കടലപ്പൊടിയും ചെറുപയർ പൊടിയും കൂടിയ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേർ പകുതി ഉലുവപ്പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 സ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഷാമ്പൂ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു ബോട്ടിൽ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷാമ്പൂ പൗഡർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഉണക്കി കഴിഞ്ഞ് പൊടിക്കുന്ന സമയത്തൊക്കെ എടുക്കുന്ന മിക്സീൻ്റെ ജാറായിക്കോട്ടെ, പാത്രം ആയിക്കോട്ടെ, സ്പൂൺ ആയിക്കോട്ടെ, പിന്നെ നമ്മളിത് തയ്യാറാക്കി എടുത്തു വെക്കുന്ന ബോട്ടിലായിക്കോട്ടെ, ഇതൊന്നും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത, തണുപ്പൊന്നും കിടക്കാത്ത, ഈർപ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വൃത്തിയുള്ള സാധനങ്ങളായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. കാരണം ഇത് നമുക്ക് തയ്യാറാക്കി എടുത്തു വെക്കാനുള്ളതാണ്. ഇതിനകത്ത് വെള്ളമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കേടായി പോയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പൂപ്പൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വൃത്തിയായിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ ഇത് തയ്യാറാക്കുക കേട്ടോ.
അപ്പൊ ഇതാ നമ്മുടെ നാച്ചുറൽ ഷാമ്പു നമ്മൾ ഒരു ബോട്ടിലേക്കാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് 6 മാസത്തോളമൊക്കെ എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറൽ ഷാമ്പു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ എടുത്തു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്താന്ന് വെച്ചാൽ ഈർപ്പൊന്നും കടക്കാതെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും അതിനകത്ത് വെള്ളമൊന്നും ആവാതെ വൃത്തിയായിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഈർപ്പൊക്കെ കടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ പൂപ്പൊക്കെ വരും. അപ്പൊ അത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല. കേടായി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയായിട്ട് തയ്യാറാക്കി എടുത്തു വെക്കുകയാണെങ്കിൽ 6 മാസത്തോളമൊക്കെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുത്തു വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. 6 മാസമല്ല, നമുക്കിത് 1 വർഷം കഴിഞ്ഞാലും ഒന്നും ആവില്ല. നമ്മൾ വൃത്തിയിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഒന്നും ആവില്ല. പക്ഷെ ഒരു 6 മാസമൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇപ്പൊ നമ്മൾ നാച്ചുറൽ ഷാമ്പൂ ഒക്കെ തയ്യാറാക്കി. ഇനി ഇത് എങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷാമ്പൂ പൗഡറിൽ നിന്ന് നമ്മുടെ മുടിയിലേക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. ഇപ്പൊ എന്റെ ഒരു മുടിയുടെ അളവിലേക്കാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഒരു 3 സ്പൂൺ അളവിൽ നിങ്ങൾ പൗഡർ എടുക്കുക. ചെറിയ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു 3 സ്പൂൺ അളവിൽ നമ്മൾ ഷാമ്പൂവിന്റെ പൗഡർ എടുക്കുക. ഇനി ഒരുപാട് മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളം ചേർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ പാക്കിന്റെ അളവ് നമുക്ക് കിട്ടുള്ളൂ. ഏകദേശം ഞാൻ 1 ഗ്ലാസ് അളവിലേക്ക് ഞാൻ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഷാമ്പു റെഡി ആവുന്ന ആ സമയം കൊണ്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ എടുക്കുക. എന്നിട്ട് കുറച്ച് തേച്ച് കൊടുക്കാം. എന്റെ ഓയിൽ തണുത്ത് ഉറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പൊ ഇതിപ്പോ വെയിൽ വന്നിട്ടും എണ്ണ ശരിയായിട്ടില്ല. അപ്പൊ നിങ്ങൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷാമ്പൂയിലെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഇതിനകത്ത് ഉലുവ ചേർത്തിട്ടുണ്ട്, കടലപ്പൊടി ഉണ്ട്, പിന്നെ ചെറുപയറിന്റെ പൊടിയുണ്ട്. എല്ലാം തന്നെ അത്യാവശ്യം ഡ്രൈനസ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഓയിൽ തേച്ചിട്ട് മാത്രമേ ഈ ഷാമ്പു ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നില്ലേ, ആ ദിവസം വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ഷാമ്പു ഉപയോഗിക്കാട്ടെ. നമ്മുടെ മുടിയിൽ നിന്ന് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഓയിൽ ഉപയോഗിച്ചത് പോരെ, ഇനി കുറച്ച് ഓയിൽ കുറയ്ക്കണോ കൂട്ടണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകണേ നമ്മൾ ഒരു തവണ ഉപയോഗിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു തവണ ഉപയോഗിച്ചിട്ട് ഓയിൽ കൂട്ടണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. കാരണം എൻ്റെ മുടിയുടെ ടെക്സ്ചർ ആയിരിക്കില്ലല്ലോ നിങ്ങളത്. ഇപ്പം ഞാൻ പറയും കുറച്ച് ഓയിൽ തേച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുടി ഡ്രൈ ആയി പോകും. അപ്പം അങ്ങനെ തോന്നുകയാണെങ്കിൽ അടുത്ത തവണ കുറച്ച് കൂടുതലായിട്ട് ഓയിൽ നിങ്ങൾ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറച്ച് ഓയിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ പാക്ക് ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ, അരമണിക്കൂർ കറക്റ്റ് അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറഞ്ഞത് ഒരു 15 മിനിറ്റ് നേരം മുമ്പെങ്കിലും നിങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ അത് ഇട്ട് വെക്കണം കേട്ടോ. അപ്പൊ ഞാനിതാ അത്യാവശ്യം ഓയിൽ മുടിയിൽ സ്കാൽപ്പിലും തേച്ചിട്ടുണ്ട്. അങ്ങനെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഓയിൽ തേച്ചില്ല, എങ്കിലും അത്യാവശ്യം സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പാക്ക് റെഡിയായോ നോക്കാം. പാക്കല്ല, നമ്മുടെ നാച്ചുറൽ ഷാമ്പു റെഡിയായോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാ നമ്മുടെ പാക്കൊക്കെ അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ ഞാൻ ഒരു 25 മിനിറ്റ് ഒക്കെ ഞാൻ ഇതിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് ഉലുവ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഉലുവ കുതിർന്ന് വരുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് പൊന്തി വരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ പാക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിപ്പൊന്നും ഉപയോഗിച്ച് നമുക്കിത് കിട്ടില്ല, ഉലുവ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഷാമ്പു നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് നല്ല എളുപ്പമാണ്. അപ്പൊ ഇനി നമുക്കിത് പോയിട്ട് മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ഷാമ്പു ഇപ്പൊ ഒരു പാക്ക് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടിയിൽ തേച്ചാൽ മതി. ഇനി നിങ്ങൾക്കൊരു പാക്കായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തല്ല, എല്ലാവർക്കും പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ചിലരുണ്ടാവുമല്ലോ, തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കഴുകാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ മുടി കഴുകുന്ന സമയത്ത് ഷാമ്പു ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറൽ ഷാമ്പു ഉപയോഗിക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി തണുപ്പൊന്നും പ്രശ്നമല്ല, പാക്കായിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഈ രീതിയിൽ മുടിയിൽ എണ്ണയൊക്കെ തേച്ച് ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ നന്നായിട്ട് തേച്ച് വെക്കുക കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് വെക്കുക. അതേപോലെ തന്നെ മുടിയിലും നന്നായിട്ട് തേച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ കഴുകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ
നന്നായിട്ട് നമ്മൾ ഈ തേച്ചിട്ടുള്ള ഷാമ്പു കംപ്ലീറ്റ് ആയിട്ട് മുടിയിൽ നിന്ന് പോകുന്ന ആ ഒരു സമയം വരെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഷാമ്പൂവിൻ്റെ ഒരു അംശം പോലും നമ്മുടെ മുടിയിലോ സ്കാൽപ്പിലോ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. കാരണം താരനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഷാമ്പു നമ്മുടെ മുടിയിൽ നിന്നും സ്കാൽപ്പിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരെ നിങ്ങൾ നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മുടിയിൽ ഷാമ്പു തേക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ മസ്റ്റായിട്ട് നിങ്ങൾ തേച്ചിരിക്കണം കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഒരിക്കലും നമ്മൾ ഈ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. അത്യാവശ്യം നന്നായിട്ട് വരൾച്ച ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് മാത്രമേ നമ്മുടെ ഷാമ്പു ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും തേച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനിത് ആ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഷാമ്പു കറക്റ്റായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കാൽപ്പിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയിൽ അങ്ങനെ ഒരുപാടൊന്നും തേച്ചിട്ടില്ല. അവിടെ ഇവിടെ ഇങ്ങനെ ആവുന്ന രീതിയിൽ കുറച്ച് തേച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ തേച്ചാൽ മതി കേട്ടോ. സ്കാൽപ്പിൽ എന്തായാലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ കഴുകുന്ന സമയത്ത് എന്തായാലും ഷാമ്പു മുടിയിലേക്ക് വരുമല്ലോ. അപ്പോൾ മുടിയിലുള്ള അഴുക്കാണെങ്കിലും ഓയിലാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിക്കോളും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റ് നേരം വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം. തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ ഷാമ്പു ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കഴുകുന്ന സമയത്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കഴുകുന്നൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഷാമ്പു ഞാൻ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഷാമ്പുവിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പു ആണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഒരു 2-3 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉലുവയുള്ളതുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞത്. കാരണം അത്യാവശ്യം നമ്മുടെ മുടി ഡ്രൈനെസ് വരും. അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രൈനെസ് വരും. ഇപ്പോൾ 2-3 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എടുത്ത് വെക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത് എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറൽ ഷാമ്പു തയ്യാറാക്കണം, എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.